ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ചെയ്തിട്ടുള്ള പാലൊന്നും ചേർക്കാതെ, സാധാരണ പാലൊക്കെ ചേർത്തിട്ടാണ് ഡ്രിങ്ക്സ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പാലൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ ഈ ചൂടിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരൊറ്റ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡ്രിങ്ക് ചെയ്യുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ ഏത്തപ്പഴത്തിലാണ് ചെയ്തതെന്നൊന്നും പറയില്ല. അപ്പോൾ 3 അത്യാവശ്യം മീഡിയം സൈസുള്ള നല്ല പഴുത്ത ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് ചേർക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കട്ടിക്ക് തന്നെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിച്ച് കുടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം 10 മണിക്ക് നമ്മൾ സാധാരണയായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നോമ്പ് സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും 10 മണിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 1 മണിക്ക് ഇനി മുതൽ നോമ്പ് തീരുന്നത് വരെ 1 മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളെ മുതൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. ഫസ്റ്റ് കമൻറ്റ് ചെയ്ത് ഗീവ് അവേയിൽ വിന്നർ ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.